എൻ്റെ കാര്യങ്ങളിൽ എനിക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഡെയിലി നടക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങും കറങ്ങാൻ പോകാറില്ല, അധികം എങ്ങും പോകാറില്ല, കറക്കമില്ല, ഷോപ്പിംഗ് ഇല്ല, ഒന്നും അങ്ങനെയുള്ള ഒരാളല്ല. എന്തെങ്കിലുമൊക്കെ വിഷമം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് ക്ഷമിക്കുക. ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ മെസ്സേജ് വരും കേട്ടോ. ഞാൻ ലണ്ടനിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, ഞാൻ എന്താ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കസ, എനിക്കതറിയില്ല, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കണ്ണന് സുഖമാണോ, അൺകൗണ്ടബിൾ ആണ്, അങ്ങനെയാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്കറിയില്ല, നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയ അത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം ആനി ടീച്ചറെ. അപ്പോൾ ആനി ടീച്ചർ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ ആനി ടീച്ചർ എവിടെയാണെന്ന്. ആനി ടീച്ചറിന് വിഷമം തോന്നരുത്. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പനി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇന്നലെ ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ കാര്യമാണ്. ചിലരൊക്കെ കളിയാക്കുന്നുണ്ട്, ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു പനി അതിനൊക്കെ ഇത്ര സീരിയസ് ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് അത് റിലേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലൊരു ഞാനങ്ങനെ ഒരു ചെറിയ പനിയെ ഇത്ര കാര്യമാക്കുന്നു എന്നൊക്കെ അങ്ങനെ ആരെങ്കിലും കരുതുന്നെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ ഫോളോവേഴ്സ് അവർ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്, ഞാനും അവരെ ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നേരിട്ട് കാണണമെന്നുണ്ട്. അത് ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ, ഒത്തിരി അമ്മമാരുണ്ട്, ഒരുപാട് എന്താ പറയുക സഹോദരിമാരുണ്ട്. ചിലപ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞവർ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ എൻ്റെ ഏജ് അതല്ലെങ്കിൽ എന്നേക്കാൾ ഏജ് കൂടുതൽ ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നവർ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഒരുപാട് പേര് അന്വേഷിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഈ ഒരു ചെറിയ ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. അല്ലാതെ ആരും കണ്ണ് വെച്ചതും പ്രാഗിയതും ഒന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും ആരും കരുതില്ല. ഒരുപാട് കമൻറ്റ് അങ്ങനെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് രാവിലെ ഒരു മെയിൽ വന്നു കേട്ടോ. ഇന്നലെ വന്നതാണ്, പക്ഷേ ഇന്നാണ് ഞാൻ കണ്ടത്. അതൊന്നും എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. അത് ജസ്റ്റ് ഞാൻ ഇവിടുന്ന് പറയാം. കാരണം ഓ ഷിറ്റ്, മിസ്സൈല് ഇല്ല, മിസൈലോ എന്തോ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, അതൊന്ന് കേട്ടോണേ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്ന അജ്മാനാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് എന്നാണ് ഈ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടീച്ചറാണ്, ഇവിടെ അടുത്ത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞത്. ഡിയർ കണ്ണൻ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. I am one of your subscribers. I am Miss Annie and I live near your building in Ajman. I am a school teacher working in Ajman. I just wanted to take a moment to appreciate the amazing content you create. The effort and dedication you put into each vlog truly shows, and it makes your channel very enjoyable to watch. Your content not only entertains but also motivates and teaches many new things. As a subscriber, I look forward to every new upload and genuinely admire your passion and consistency. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനം, അത് സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഗ്രാഹ്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാം എന്നതേ ഉള്ളൂ. കൺസിസ്റ്റൻസി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമെന്നും എനിക്ക് പിടിയൊന്നുമില്ല കേട്ടോ. മാക്സിമം ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കും. And thank you for sharing your journey and experiences with us. Please keep creating such wonderful content. Wishing you continued success and many more subscribers in the future. Thank you Annie teacher. അപ്പോൾ ആനി ടീച്ചർ തൊട്ടടുത്തുള്ളതാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ആനി ടീച്ചറിന് എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുക, കാണാൻ പറ്റിയാൽ കാണാം. എനിക്കറിയില്ലല്ലോ ടീച്ചറിനെ. അപ്പോൾ ടീച്ചർ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ ഞാനിവിടെ ഈ അടുത്തെപ്പോഴെങ്കിലുമൊക്കെ പുറത്തിറങ്ങുമ്പോൾ അടുത്തുണ്ടെന്നല്ലേ പറഞ്ഞ്, അങ്ങനെ കാണുന്നെങ്കിൽ കാണാം. കണ്ടാൽ അത്രയും സന്തോഷം. കാരണം എനിക്ക് കമൻറ്റും അതുപോലെ മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഒരുപാട് അതിപ്പോൾ ഒരുപാട് അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ആങ്ങളമാർ അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എല്ലാ കാറ്റഗറിയിലുള്ളവരും എല്ലാവരും അയക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ.
അപ്പോൾ അവരോടൊക്കെ ഞാൻ എല്ലാവരോടും എനിക്ക് ഓരോരുത്തരായിട്ട് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ വളരെ ഇപ്പോൾ ഒരു 10 പേരുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമം വരരുത്. അതുകൊണ്ട് എനിക്ക് ആ 10 പേരുടെ പേര് പോലും പറയാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെ ഒരു വിഷമമൊന്നും ഉണ്ടാവരുത്. എന്നാലും ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ ദിവ്യ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഉള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അത് ഭയങ്കര എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് രീതിയിൽ മീൻസ് കണ്ണൻ ഇങ്ങനെ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് അങ്ങനെ 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 നമ്മളെ ഒരുപാടധികം സ്നേഹിക്കുന്ന ഒരു ചേച്ചിയാണ്, പെങ്ങളാണ്. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. പിന്നെ എപ്പോഴും കമൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ ചെറിയ കുസൃതികളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന വളരെ മോശം രീതിയിലോട്ട് പോകുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വളരെ മാന്യമായിട്ട് വളരെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഹരിത, പിന്നെ ആരാ, അപർണ, ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. എല്ലാവരുടെയും പേര് പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മേ ബി ഈ റീസെൻ്റ്ലി ഞാൻ അവർക്കൊരു റിപ്ലൈ കൊടുത്തത് കൊണ്ടാണ് ആ പേര് പെട്ടെന്ന് പറയാൻ കാരണം. അതുപോലെ ശ്രീലത എന്ന് പറഞ്ഞിട്ടൊരമ്മ, പിന്നെ സഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ, പിന്നെ സുമിത്ര എന്ന് പറഞ്ഞൊരു ചേച്ചി. ആ ചേച്ചി എനിക്കറിയാം, ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് പാലക്കാടൊക്കെ ഉള്ള കേട്ടോ. ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയില്ല, സോറി. സിന്ധു സുരേഷ്, പിന്നെ ഓമന വിജയൻ അങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ എബിൻ തോമസ് പയ്യൻ, പിന്നെ അനിത, അതുപോലെ ബിനു മോഹൻ. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ഒരുപാട് തന്നെ എന്താ പറയുക, റംഷീദ്, പിന്നെ ബിന്ദു, അങ്ങനെ രാമൻ, പിന്നെന്താ സുനു ജോസഫ്, അങ്ങനെ പിന്നെ ഒരു ചാനൽ നെയിമാണ് പോസിറ്റീവ് വൈബ്സ് ബൈ ചിന്നു, പിന്നെ ലളിത, അമ്മ, പിന്നെ ട്രീസ, ജെയ്സൺ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഒത്തിരി 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 പേര് കേട്ടോ, ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ എനിക്ക് എടുത്തു പറയാൻ പറ്റാതെ ആരെങ്കിലും പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അല്ല കേട്ടോ. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. എനിക്ക് തോന്നി 250, 300 അങ്ങനെയൊക്കെ വെച്ചിട്ട് കമൻസ് വരുന്ന. അപ്പോൾ അത്രയും പേരുടെ പേര് ഞാൻ പറയേണ്ടതായിട്ട് വരും. ആർക്കും ഒരു വിഷമം തോന്നരുത്. എല്ലാവരോടും വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളെല്ലാവരും നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ കാണാൻ പറ്റിയാൽ അതെൻ്റെ ഭാഗ്യമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നത് കേട്ടോ. ഇന്ന് ഞാൻ രാവിലെയാണോ ഇന്നലെ രാത്രിയിലാണെന്നറിയില്ല, ഒരു വീഡിയോ കാണാനിടയായി കേട്ടോ. അത് പറയേണ്ട കാര്യമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടി നല്ല ഭയങ്കര അടിപൊളിയായിട്ട് പാടുന്നു. ഞാൻ ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്താൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല. ഒരു ശകലം ഞാനൊന്ന് പ്ലേ ചെയ്യാം. ആ കുട്ടിയുടെ അക്കൗണ്ട്, അതായത് നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ഞാൻ ആ അക്കൗണ്ടും ഇടാം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കേട്ട് നോക്കാനുള്ള പാട്ടൊക്കെ നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരുടെ ആണായാലും പെണ്ണായാലും ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കണ്ടാൽ അത് ഞാൻ ചിലപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. പെൺകുട്ടികളുടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ അത് കണ്ടിട്ട് ഇതാരാ, അല്ലെങ്കിൽ എന്താ, ഒരു സംശയം എന്ന രീതിയിൽ ആരും അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ സംശയം വരാൻ വേണ്ടിയൊന്നുമില്ല. എനിക്ക് കണ്ടു, ആ പാട്ട് കേട്ടപ്പോൾ നല്ല രസമായിട്ട് അവൾ പാടുന്നു, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ചോദ്യം വന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഞാൻ ആ പാട്ടൊന്ന് കേൾപ്പിക്കാം. ഇതാ. എനിക്കിത് മൊത്തമായിട്ട് കേൾപ്പിക്കണമെന്നുണ്ട്, കാരണം അത്ര എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാടണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് അങ്ങോട്ട് പാട്ട് അത്ര സെറ്റല്ല, ഞാൻ പാടിയാലും അത്ര മെനയല്ല. പക്ഷേ അപ്പോൾ പാട്ട് പാടുന്നവരെന്ന് പറയുമ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടമാണ്. അതിപ്പം ആണായാലും പെണ്ണായാലും ആരായാലും കേട്ടോ, പാടുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഓഫീസിലായിരുന്നു, ഇടയ്ക്കൊന്ന് ഒരു വട്ടം ആവി പിടിക്കാൻ വേണ്ടി ഒന്ന് കയറി വന്നത്. അന്നേരം ഞാൻ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് പറയാമെന്ന് കരുതി നിങ്ങളോട്, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടതിൽ ഞാൻ 1-2 കമൻറ്റ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഉള്ളിലങ്ങോട്ട് കയറി. എന്താ പറയുക, നമ്മളോട് ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ നമുക്ക് അത് അത്ര കണ്ടങ്ങ് ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നില്ല. അതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്തോ ആ ഒരു സാധനം. അപ്പോൾ അത്
തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാനത് പറയാം. സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ അമ്മ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പോയ ഒരു കമൻറ്റ്. അത് ഒന്നല്ല കേട്ടോ, ഒട്ടനവധി കമൻറ്റ് അങ്ങനെ ഉണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കണ്ടതുകൊണ്ട്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ അത് കണ്ടതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഒത്തിരി പേര് അതുപോലെ കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ആ അമ്മയുടെ പേര് എനിക്കറിയില്ല. അമ്മയാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ശ്രീശൈലം എന്നാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ, വയ്യാഴിക കുറഞ്ഞോ? തീരെ വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോകൂ കേട്ടോ. പിന്നെ ഉപ്പുവെള്ളം കവിളിൽ കൊള്ളൂ. പിന്നെ ഒരു സോഫ്റ്റ് ആയ ടർക്കി എടുത്ത് 4 5 മടക്കി വെച്ച് അയൺ ചെയ്തിട്ട് അത് ചൂടോടെ തൊണ്ടയിലും നെഞ്ചിലും ആ ചൂട് കൊടുക്ക് കേട്ടോ. 3-4 തവണ അങ്ങനെ ചെയ്ത് നോക്കൂ. തൊണ്ട കുത്തൽ മാറും കേട്ടോ. ഓക്കെ, കഫം ഉണ്ടെങ്കിൽ അതും ഇളകി പൊയ്ക്കോളും. അയ്യോ, എനിക്കങ്ങ് ഇങ്ങനെ കേട്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ടങ്ങ് ഒരു എന്തോ ഭയങ്കര സങ്കടം തോന്നി, സന്തോഷം തോന്നി. ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ദിവ്യ എന്ന് പറഞ്ഞ ബാംഗ്ലൂരുള്ള ആ ചേച്ചി എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ സുഖമല്ലേ, അങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ അങ്ങനെ കമൻറ്റിൽ വരുന്ന ഒത്തിരി പേര്, എല്ലാവരുടെയും പേര് ഞാൻ ഒരു വട്ടം പറഞ്ഞു കുറച്ചൊക്കെ, പക്ഷേ എല്ലാവരുടെയും പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇൻ കേസ് പറയണമെന്നുണ്ടെങ്കിലും ഞാനത് ഏതെങ്കിലും ഒരു ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനത് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടേതായിട്ട് പേരുകൾ ഞാൻ പറയാം. ആരുടെയും പേര് പറഞ്ഞില്ല എന്ന് കരുതിയിട്ടുള്ള വിഷമം ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാര്യം ഞാൻ അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഒരു ഇത്, അത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൽ ഒരാളായാലും അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സംഭവം. ആക്ച്വലി അങ്ങനെയല്ലയോ, നമ്മളെ സ്നേഹിക്കാനാണ് ആളെ കിട്ടാൻ പാട്. നമ്മളെ എന്താ പറയുക, നമ്മുടെ കൂടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എടുക്കാനും നമുക്ക് ആളായിട്ടും വേണ്ട, കാശായിട്ടും വേണ്ട. പക്ഷേ നമുക്കിങ്ങനെ നമ്മളെ കൂടുതൽ സത്യം, രാവിലെ വന്ന മെയിൽ ഞാൻ വായിച്ചപ്പോൾ, അതായത് ആനി എന്ന് പറയുന്ന ടീച്ചർ അയച്ച മെയിൽ ഞാൻ വായിച്ചപ്പോൾ, എനിക്ക് ആ കൺസിസ്റ്റൻസി നീ വേണം, തുടരണം, വീഡിയോ കണ്ടിന്യൂ ചെയ്യണം, നിൻ്റെ കാര്യങ്ങളും ലൈഫിലുള്ള കാര്യങ്ങളായാലും അതിങ്ങനെ മുന്നോട്ട് നിൻ്റെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് ആ ഒരു മെയിൽ ഞാൻ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ അതും കൂടെ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പോലും കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എന്നാൽ ശരി, ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ എടുക്കാം എന്ന് കരുതിയതിൻ്റെ റീസൺ ഇതാ. നമുക്ക് എത്രത്തോളം നമ്മളിലേക്ക് ആരെങ്കിലും, നമുക്ക് ഒട്ടും അറിയാത്തവർ, സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരല്ല, നമുക്ക് അറിയാത്തവർ നമ്മളിലേക്ക് നൽകുന്ന ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. അത് ഒരു മെയിലായാലും ഒരു മെസ്സേജ് ആയാലും ഒരു കമൻ്റ് ആയാലും അതൊക്കെ നൽകുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. കാരണം എനിക്കിന്ന് വയ്യ, എനിക്ക് നടുവിന് വരെ നല്ല പെയിൻ തുടങ്ങുന്നുണ്ടോ അത് ഇവിടുത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇതാണ് കേട്ടോ, വേറെ ആരുടെ ഒന്നുമല്ല ഇപ്പോഴും ഞാൻ പറയുന്നു. അപ്പോൾ ആ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, എനിക്ക് നൽകിയ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് എനിക്ക് കാര്യം പറയാൻ നൽകിയ ആ ഒരു എനർജിയാണത്. ഈ മെസ്സേജ്, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളയച്ച ആ മെയിലുകൾ ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി. അപ്പോൾ എല്ലാവരുടേതും എനിക്ക് സമയം കിട്ടുമ്പോൾ അതനുസരിച്ച് ഞാൻ നോക്കുന്നുണ്ട്, അതിനൊക്കെ പറ്റുന്ന രീതിയിൽ റിപ്ലൈ തരുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം അത് ചിലപ്പോൾ അറിയാതെ വിട്ടുപോകുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. റെസ്പോണ്ട് ചെയ്യാത്ത കമൻറ്റുകളെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നമുക്കൊരു ഓപ്ഷനുണ്ട്, ഞാൻ അതും നോക്കാറുണ്ട്, അതിലും ഒന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. പിന്നെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് പോയിരുന്നു, ആവി പിടിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളത് ഞാൻ പറഞ്ഞേക്കാം എന്ന് കരുതിയത്. കൺസിസ്റ്റൻസി എന്തായാലും ആനി ടീച്ചറെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ തുടർന്ന് എല്ലാ ദിവസവും എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ അതിലെന്താ ഉൾപ്പെടുത്തേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ കാര്യങ്ങളിൽ എനിക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഡെയിലി നടക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങും കറങ്ങാൻ പോകാറില്ല, അധികം എങ്ങും പോകാറില്ല, കറക്കമില്ല, ഷോപ്പിങ്ങില്ല, ഒന്നും അങ്ങനെ ഉള്ള ഒരാളല്ല. ഒരിടത്ത് അങ്ങനെ നൈസായിട്ട് ഒതുങ്ങിക്കൂടി പോകുന്ന ടൈപ്പാണ്. അധികം പുറത്തോട്ടൊന്നും പോക്കില്ല. പിന്നെ വല്ലപ്പോഴും ഒരാളെയും കൂടെ പറയാം, ആശ അനിൽ ഇതാ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത് എനിക്കൊന്നെൻ്റെ വാട്സപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ ദിവസവും ഞാൻ രാവിലെ ചായ കുടിച്ചോ, അല്ലെങ്കിൽ ആഹാരം കഴിച്ചോ, അല്ലെങ്കിൽ സുഖമാണോ, അസുഖം കുറഞ്ഞോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ, അങ്ങനെയുള്ളത് മാത്രം, അത്രേ ഉള്ളൂ. അതിന് ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു റിപ്ലൈ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാ സമയവും. ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഈ ആശാനിലെന്ന് പറയുന്ന
അമ്മയാണോ ചേച്ചിയാണോ എനിക്കറിയില്ല. അവരുടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമോ പരിപാടി എന്തൊക്കെയുണ്ട്, അപ്പോൾ അതിൻ്റെ ഫോട്ടോസ്, അത് കാര്യങ്ങൾ, അമ്പലത്തിലെ ദൈവത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഇതൊക്കെ അയച്ചു തരും. എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കാര്യമായ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. പറയാൻ വാക്കുകളൊന്നുമില്ല. എനിക്കങ്ങനെ വലിയ കടിച്ചപ്പൊട്ടാത്ത വാക്കുകൾ പറയാനൊട്ട് അറിയത്തുമില്ല. അങ്ങനെയാണ് കേട്ടോ. അല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങോട്ട് ക്ഷമിക്കുക. അല്ലാതെ വേറെ എന്താ ഞാൻ പറയുന്നത്, എല്ലാം ഒന്ന് പൊറുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷം, ഇതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും അസുഖത്തെക്കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ അസുഖമൊന്നും അല്ല, അത് കുഴപ്പമില്ല, ഇതങ്ങ് പോവും. ഇതൊക്കെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്നതാണ്. ആരും വിഷമിക്കേണ്ട എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. പക്ഷേ കേൾക്കുന്നവരെന്തോ വിചാരിക്കും, എല്ലാവരും കേൾക്കുന്നില്ലയോ, ആൾക്കാർ വിചാരിക്കും ഇവൻ ഏതറ എന്നൊക്കെ ചോദിച്ചാലോ. ആരും സന്തോഷം. പിന്നെന്താ പറയുക, ഇവിടെയൊക്കെ ഫൈനാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ മെസ്സേജ് വരും കേട്ടോ. ഞാൻ ലണ്ടനിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ എന്താ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ എനിക്കതറിയില്ല, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, കണ്ണന് സുഖമാണോ. അയ്യോ എന്ത് രസമാണെന്നറിയോ ഇത് ഒക്കെ. സത്യമായിട്ട് എനിക്ക് ഇത്ര ഭയങ്കര ഒരു നല്ല ഫീലിങ്സ് വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. സന്തോഷം. അതുപോലെ എനിക്ക് ഇസ്രായേലിൽ നിന്ന് മെസ്സേജ് വരാറുണ്ട്. ഇസ്രായേലിൽ നിന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട, അതായത് ഇപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് വേണ്ടപ്പെട്ട ഒരാളാണ്. എപ്പോഴും തിരക്കാറുണ്ട്, സുഖമാണോ അല്ലെങ്കിൽ എന്താണ് ഏതാണ് എല്ലാം തിരക്കാറുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും, ഇതിപ്പോൾ ഞാൻ ഈ വെളിരാജ്യം പറഞ്ഞത് നമുക്ക് വിരലിൽ എണ്ണാവുന്ന ആളുകളാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്ന കമൻറ്റ്സ് അല്ലെങ്കിൽ അവിടെ ഉള്ളവർ അയക്കുന്ന കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിളാണ്. അങ്ങനെയാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്കറിയില്ല, നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയ അത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കാണാനൊരിടെ ഉണ്ടാവട്ടെ എപ്പോഴെങ്കിലും എന്നാഗ്രഹിക്കുന്നു ഒരുപാട്. എല്ലാവരുമായി ഒന്ന് സംസാരിക്കണമെന്നുണ്ട്, എല്ലാവരും. അത്രേ ഉള്ളൂ. പിന്നെന്താ, എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം ആനി ടീച്ചറെ. അപ്പോൾ ആനി ടീച്ചർ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ ആനി ടീച്ചർ എവിടെയാണെന്ന്. ആനി ടീച്ചറിന് വിഷമം തോന്നരുത്. ആനി ടീച്ചറിന് പക്ഷേ എന്നെ അറിയാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഇതിലേക്ക് പോകുന്ന കാണുന്നെങ്കിൽ ഒന്ന് വിളിച്ച് ഹലോ ഡേ നിൽക്കടേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുന്നെങ്കിൽ ഒന്നും മിണ്ടാം. അല്ലാതെ ഇപ്പം ഞാൻ എന്താ ആനി ടീച്ചർ പറയുക, ആനി ടീച്ചർ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ആനി ടീച്ചറിന് ഞാൻ റിപ്ലൈ മെയിൽ ചെയ്തിട്ടുണ്ട്. ആനി ടീച്ചർ കാണുന്നെങ്കിൽ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ എന്നെ അന്വേഷിക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ്. പിന്നെ ഒരു വലിയൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് വരെ എന്ത് ചെറുതായാലും വലുതായാലും അറിഞ്ഞുകൊണ്ടാണേലും അറിയാതാണേലും എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹം കണ്ടിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും പേരെന്നെ നിങ്ങൾ തന്നെ അയക്കുന്ന മെസ്സേജൊക്കെ വരുന്നതാണ് കേട്ടോ, ആ ടോൺ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ടും സ്നേഹവും കണ്ടിട്ട് സത്യമായിട്ട് ഇനി ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കേട്ടോ. കാരണം എന്താ പറയണ്ടത് എനിക്കറിയത്തില്ല. ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരോടും. ഒക്കെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയല്ല. സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും ഹാപ്പിയാണ്, ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പിന്നെന്താ പറയണ്ടേ, ഇന്നിപ്പോൾ ജോലിയൊക്കെ നടക്കുന്നു. ഇനിയിപ്പോൾ ജോലി ഞാൻ വീണ്ടും പോവുകയാണ്. ഞാനിപ്പോൾ ഈ ഒന്ന് ആവി പിടിക്കാൻ വന്നതാണ്. അതൊന്ന് ആവി പിടിച്ചിട്ട് ഞാനങ്ങ് പോയിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 4:30-5 മണി ആ ഒരു സമയം, അതായത് ദുബായ് ടൈം 4:30-5 മണി സമയത്താണ് ഞാൻ തിരിച്ച് വീട്ടിൽ, അതായത് ഇവിടെ ഞാനെപ്പോഴും വീടെന്ന് എൻ്റെ വായിൽ വരും. നമ്മൾ ഈ താമസിക്കുന്ന ബിൽഡിങ്ങിൽ വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് നേരെ താഴെ, അതായത് ഞാൻ ഈ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ്. അവിടെ നിന്ന് നേരെ 7ാമത്തെ നിലയിൽ വന്നാൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ പുറത്ത് സത്യം പറഞ്ഞാൽ വെയിൽ കൊള്ളുന്നൊരു പരിപാടി ഇല്ല. സൂര്യനെ പോലും കാണേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ അങ്ങനെ പുറത്തിറങ്ങുന്നതിൽ മാത്രമേ ആ ഒരു ഇതുള്ളൂ. വളരെ സൗകര്യമാണ്, ഹാപ്പിയാണ് ഞാനിവിടെ. നല്ല സമാധാനമുള്ളൊരു കമ്പനിയാണ്, ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും മിണ്ടാൻ അല്ലെങ്കിൽ കാണാൻ, നമുക്ക് നേരിട്ട് കാണാൻ
എന്തോ എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്കതിൽ ഒരു എതിർപ്പുള്ള ആളല്ല. കാണുന്നതിലും മിണ്ടുന്നതിലും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരുമായിട്ട് ഇങ്ങനെ സ്നേഹത്തിലും എന്താ പറയുക, നമ്മളെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ആളുകളുള്ളതും ഒക്കെ ഒരുപാട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ അതായത് നിങ്ങൾക്കറിയോ, നമുക്കൊരു ഫാമിലി മെമ്പേഴ്സ് നമ്മളെ തിരക്കുന്നെങ്കിൽ പോലും അതിനൊരു കണക്കുണ്ട്, ഇത്ര പേരെ കാണൂ. ഇതങ്ങനെയല്ല, എനിക്ക് എത്ര പേരാണെന്ന്, ഇതെങ്ങനെ സന്തോഷം പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരോടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. എന്നാൽ പിന്നെ ഞാനിനി അങ്ങോട്ട് പോട്ടെ. ജോലിയിൽ കയറണം, അതിലൊന്ന് ആവി പിടിക്കണം, ചെറിയൊരു ബോഡി പെയിൻ ഉണ്ട്, അതുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. ഇനിയിപ്പോൾ അത് ചൊല്ലി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ചിലർ വളരെ ചുരുക്കമാണെങ്കിൽ പോലും ചിലരെങ്കിലും നമ്മൾ എന്തോ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കരുതുന്നവർ കരുതിക്കോ, അത് പ്രശ്നമില്ല. എന്തായാലും എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, എന്തായാലും ഞാൻ കാണിച്ച ഒരു പാട്ട് പാടിയ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ട്. എന്നാലും നമ്മളാൽ കഴിയുന്ന ആർക്കെങ്കിലും, അറിയാത്തവരൊക്കെ നിങ്ങൾക്ക് കുട്ടിയെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാമല്ലോ. ഇൻസ്റ്റാഗ്രാമിലാണ് ആ കുട്ടിയുടെ വീഡിയോ. പറ്റുമെങ്കിൽ ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തേക്കാം. എനിക്കറിയത്തില്ല കേട്ടോ ആരാതെന്ന്. ബട്ട് പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യും. നല്ല പാട്ട് പാടുന്ന കുട്ടിയല്ലേ. പാട്ട് പാടുന്നവരെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പാട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങ് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. എഡിറ്റിങ്ങും ഒന്നുമില്ല, അല്ലെങ്കിൽ കട്ട് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അതുകൊണ്ട് ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. കാരണം വൈകിട്ട് ഈ വീഡിയോ അപ്ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും തുടർന്നും സപ്പോർട്ടൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വേറൊന്നും വേണ്ട. ഇപ്പം നിങ്ങളുടെ ഈ കമൻസ് മതി. എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ അയക്കുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ തമാശയിൽ കാണുന്നുണ്ട്, ചിലതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എനിക്ക് സങ്കടങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്നെ ഓക്കെ. ഇതൊക്കെ തന്നെ, വേറൊന്നും പറയാനില്ല. സന്തോഷം കേട്ടോ ഒരുപാട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നാളെ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം, എനിക്കറിയില്ല. നാളത്തേക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടോ കാര്യങ്ങളോ എനിക്ക് കിട്ടുന്നെങ്കിൽ ഞാൻ ചെയ്തേക്കാം. എല്ലാവരും ഇതൊക്കെ കാണും. നിങ്ങൾക്കൊരു മുഷിവ് വരും ഞാൻ വെറുതെ എങ്ങനെ ഇരുന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ, എനിക്കറിയാം. അപ്പോൾ ഒരുപാട് മുഷിപ്പിക്കുന്നില്ല. സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.